കാറ്റത്തെ കിളിക്കൂടിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിധിയുടെ ഫോണിലേക്ക് ജ്യോതി വിളിക്കുന്നത്. നമ്പർ കാണുമ്പോഴേ ജ്യോതി ആണെന്ന് നിധി പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. അങ്ങനെ ലൗഡ് സ്പീക്കർ ഇട്ട് സംസാരിക്കുകയാണ്. അപ്പം നിധി എടുത്തിട്ട് പറയുകയാണ്, പറ ജ്യോതി, എങ്ങനെയുണ്ട്, സുഭാഷ് ഏട്ടനോട്ട് സംസാരിച്ചോ എന്ന് ചോദിക്കുകയാണ്. ജ്യോതിയുടെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള കാര്യം നീക്കാൻ എന്ന് പറയാണ്. അപ്പം ജ്യോതി പറയാണ്, ഞാൻ എന്താ പറയുന്നത്? അപ്പം നിധി പറയാണ്, എന്തായാലും പറഞ്ഞോ, അത് ഞാൻ ഈ കല്യാണത്തിന് നിന്ന് പിന്മാറുകയാണ്. അപ്പം നിധി ചോദിക്കുകയാണ്, അതെന്താ, ഞങ്ങളുടെ സുഭാഷ് ഏട്ടനെ ഇഷ്ടപ്പെട്ടില്ലേ? സുഭാഷ് ഏട്ടനെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടൊന്നുമല്ല, ഞാൻ സംസാരിച്ചിട്ട് സുഭാഷ് ഏട്ടന് എപ്പോഴും നിയന്മാരുടെ കാര്യവും വീട്ടുകാര്യവും മാത്രമല്ല, വീട്ടിൽ ആഹാരം വെക്കുന്ന കാര്യം മാത്രമേ പറയാനുള്ളൂ, മറ്റുള്ള കാര്യങ്ങളൊന്നും പറയാനില്ല. ഈ 2 ദിവസം സംസാരിച്ചതിൻ്റെ ഇടയ്ക്ക് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. എപ്പോഴും ആഹാരം വെക്കുന്ന കാര്യവും അനിയന്മാരുടെ കാര്യവും നിധിയുടെ കാര്യമൊക്കെ പറയാനേ സുഭാഷിന് സമയമുള്ളൂ. പിന്നെ എൻ്റെ കാര്യമൊന്ന് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം ഒന്ന് ചോദിക്കുകയോ മനസ്സിലാക്കാനോ ഒരു താല്പര്യമില്ല. ഇങ്ങനെ ഒരാൾ ഞാൻ എങ്ങനെ ജീവിതത്തിലേക്ക് പങ്കാളിയാക്കുന്നത് എന്ന് ജ്യോതി ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് നിധി അങ്ങ് വല്ലാതാകുന്നുണ്ട്. അല്ലാതെ എനിക്ക് സുഭാഷ് ഏട്ടനെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടൊന്നും അല്ലെന്ന് ജ്യോതി പറയുകയാണ്. അതുകൊണ്ടാണ് എൻ്റെ അഭിപ്രായം വിളിച്ച് ഞാൻ നിധിയോട് പറയാമെന്ന് വിചാരിച്ചത്. ഇതെങ്ങനെയാണ് സുഭാഷിനോട് ഞാൻ നേരിട്ട് പറയുന്നത്, അതുകൊണ്ടാണ് നിധിയെ വിളിച്ച് പറഞ്ഞതെന്ന് ജ്യോതി പറയാണ്. നിധി പറയാണ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ട് ഇനി ഈ കല്യാണം മുന്നോട്ട് കൊണ്ടുപോകണ്ടെന്നും പറഞ്ഞ് ജ്യോതി ഫോൺ അങ്ങ് വെക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഭയങ്കര വിഷമാവുന്നുണ്ട്. അപ്പം നിധി പറയാണ്, ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കണം. അപ്പോൾ സുധീഷ് പറയാണ്, ഞാൻ ഇന്നലെ വിചാരിച്ച്, ആ സംസാരം കേട്ടപ്പോഴേ വിചാരിച്ച് മിക്കവാറും ആ പെണ്ണ് സുഭാഷ് ഏട്ടനെ വേണ്ടാന്ന് പറയുമെന്ന്. അപ്പോൾ രൂപേഷ് പറയാണ്, ഇത് ചെയ്യാനായിട്ടെത്തി ആരെങ്കിലും പെണ്ണ് കണ്ട ഉടനെ ആഹാരം വെക്കുന്ന കാര്യവും അനിയന്മാരുടെയും കാര്യവും പറഞ്ഞുകൊണ്ടങ്ങ് സുഭാഷ് ഏട്ടൻ നിൽക്കും. അതുകൊണ്ടാണ് മിക്ക ആലോചനകളും വേണ്ടെന്ന് വെച്ച് പോകുന്നത് എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് നിധി പറയാണ്, സുഭാഷ് ഏട്ടനെ നല്ലോണം അറിയാവുന്ന ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന ഒരു പെണ്ണ് തന്നെ വേണം, എന്നാലേ ശരിയാവത്തുള്ളൂ എന്ന് പറയാണ്. അപ്പം ഹരീഷ് പറയാണ്, അങ്ങനെ ഒരു പെണ്ണ് എവിടെ നിന്ന് കിട്ടാനാ, എല്ലാം മനസ്സിലാക്കിയ ഒരു പെണ്ണിനെ എവിടെ നിന്ന് കിട്ടാനാ എന്ന് ചോദിക്കുകയാണ്. അപ്പം നിധി പറയാണ്, ഒരു പെണ്ണുണ്ട്, പക്ഷേ അത് വലിയ പ്രശ്നമാണ്. നമ്മൾ ചെന്ന് പെണ്ണ് വേണമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അടി കിട്ടും എന്ന് പറയാണ്. രൂപേഷ് പറയാണ്, ആരാ നേട്ടത്തിൽ പറ? സുനന്ദ. അത് കേൾക്കുമ്പോഴത്തേക്ക് 3 പേരും ഞെട്ടുന്നുണ്ട്. സുനന്ദയോ? സുധീഷ് ചോദിക്കുന്നുണ്ട്. അതെ, സുനന്ദയെ അറിയത്തില്ലയോ എന്ന് ചോദിക്കുകയാണ്. സുനന്ദയ്ക്ക് സുഭാഷ് ഏട്ടനെ നല്ല ഇഷ്ടമാണ്. മാത്രമല്ല സുഭാഷ് ഏട്ടൻ്റെ ഇഷ്ടവും അനിഷ്ടവും അതുപോലെ സുഭാഷ് ഏട്ടൻ്റെ അനിയന്മാരെ കുറിച്ചുമൊക്കെ സുനന്ദയ്ക്ക് നല്ലോണം അറിയാം എന്ന് പറയാണ്. അപ്പം ഹരീഷ് പറയാണ്, അതൊക്കെ ശരി തന്നെ, പക്ഷേ അവിടെ ചെന്ന് പെണ്ണ് ചോദിക്കുക നടക്കുന്ന കാര്യമല്ല. അമ്മായി ഒരിക്കലും സമ്മതിക്കത്തില്ല. ഇവരൊക്കെ കരഞ്ഞിട്ട്, സുനന്ദ കരഞ്ഞിട്ട് പോലും അവർ സമ്മതിക്കാൻ തയ്യാറല്ല. പിന്നിനെയാണോ നമ്മൾ പോയി ചോദിക്കുന്നത് എന്ന് ഹരീഷ് പറയാണ്. സുധീഷ് പറയാണ്, ഒരു കാര്യം ഉറപ്പാണ്, സുഭാഷ് ഏട്ടനെ സുനന്ദ ഇഷ്ടമാണ്. കാരണം ഒരു ദിവസം ഞങ്ങൾ രണ്ടും കൂടെ വണ്ടിയിൽ ഇങ്ങോട്ട് വന്നപ്പോൾ സുനന്ദയെ കണ്ടോണ്ടാന്ന് തോന്നുന്നു സുഭാഷ് ഏട്ടൻ്റെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ട്. നിധി പറയാൻ, അതാ ഞാൻ പറഞ്ഞത്, സുനന്ദയ്ക്ക് സുഭാഷ് ഏട്ടനെ സുനന്ദയെ ഇഷ്ടമാണ്. നമുക്കൊന്ന് പെണ്ണ് ചോദിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഹരീഷ് പറയാണ്, ആരാ പോയി അവിടെ പെണ്ണ് ചോദിക്കുന്നത്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ എപ്പോൾ അടി കിട്ടിയെന്ന് ചോദിച്ചാൽ മതിയെന്ന് ഹരീഷ് പറയാണ്. കാര്യം ചെയ്യാം, നമുക്കെല്ലാവർക്കും കൂടെ പോയങ്ങ് പെണ്ണ് ചോദിക്കും. ഒരാൾ പോയി ചോദിക്കുമ്പോഴല്ലേ അടി കിട്ടുമെന്നുള്ളൊരു തോന്നലുണ്ടാവുന്നത്. ഞാനും വരാം, നമുക്കെല്ലാവർക്കും കൂടെ അങ്ങ് പോകാം എന്ന് പറയണം. അച്ഛനെയും വിളിക്കാം എന്ന് നിധി പറയാണ്. അപ്പോൾ സുധീഷ് പറയാണ്, പിന്നെ അച്ഛനിപ്പം വരും, അങ്ങേരിപ്പോൾ ഉടനെ വരും എന്ന് പറയാണ്. വാ, എന്തായാലും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവർ സുനന്ദയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുവാണ്. അപ്പോഴത്തേക്ക് ഭാസ്കരൻ പുറത്ത് ഇപ്പോണ്ട്. ഭാസ്കരൻ്റെ അടുത്ത് പറയാണ്, അച്ഛാ, നമുക്കെല്ലാവർക്കും കൂടെ സുനന്ദയുടെ വീട് വരെ പോകാം. അപ്പം ഭാസ്കരൻ ചോദിക്കാൻ, സുനന്ദയുടെ വീടോ? ആ, ആ പോയ പെൺകുട്ടി ജ്യോതിക്കാണെങ്കിൽ സുഭാഷ് ഏട്ടനുമായിട്ടുള്ള വിവാഹത്തിന് താല്പര്യമില്ലെന്ന് അറിയിച്ച് എന്ന് നിധി പറയാണ്. അതിന് സുനന്ദയുടെ വീട്ടിലോട്ട് പോകേണ്ട കാര്യം എന്താ എന്ന് ഭാസ്കരൻ ചോദിക്കണം. അല്ല, സുനന്ദയ്ക്ക് സുഭാഷ് ഏട്ടനെ ഭയങ്കര ഇഷ്ടമാണ്, സുഭാഷ് ഏട്ടനും തിരിച്ചങ്ങനാണ്. നമുക്കെല്ലാവർക്കും കൂടെ പോയി സുഭാഷ് ഏട്ടന് വേണ്ടി സുനന്ദയെ പെണ്ണ് ചോദിക്കാം എന്ന് നിധി പറയാണ്. ഭാസ്കരൻ ചിരിച്ചോണ്ട് പറയാണ്, അതിന് എന്നെ കിട്ടത്തില്ല, നിങ്ങളങ്ങ് പോയി ചോദിച്ചാൽ മതി, ആ പഠിക്കലേ ഞാൻ കയറി പെണ്ണ് ചോദിക്കത്തില്ല എന്ന് പറയാണ്. എൻ്റെ പെങ്ങളും ചേട്ടനൊക്കെയാണ്, പക്ഷേ ഞങ്ങളെ കണ്ണിന് നേരെ കണ്ട ശത്രുക്കളാണ്, അതുകൊണ്ട് എന്നെ നോക്കണ്ട എന്ന് പറയാണ്. അപ്പം നിധി പറയാണ്, അച്ഛൻ വന്നില്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ പോയി സുഭാഷ് ഏട്ടൻ്റെ പെണ്ണ് ചോദിക്കും, എന്നാൽ ചെന്നിട്ട് വാ എന്ന് ഭാസ്കരൻ പറയുന്നുണ്ട്. അങ്ങനെ അവർ 4 പേരും കൂടെ ലളിതയുടെ വീട്ടിലേക്ക് പോവുകയാണ് സുനന്ദയെ പെണ്ണ് ചോദിക്കാൻ.